ഇതൊന്നും എനിക്ക് അറിയാത്ത ആളില്ലല്ലോ. ഞാനും ഇവന്റെ വരവിന് വേണ്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. എന്താ മോൻ പറയുന്നേ? അപ്പൊ ജിം വന്ന് മമ്മിനോട് ഈ എൻഗേജ്മെന്റ് നിർത്താൻ പറഞ്ഞു. മമ്മി നിർത്തുവോ? പിന്നെ ഈനാണല്ലോ ഞാൻ കഷ്ടപ്പെട്ട് ഈ എൻഗേജ്മെന്റ് അറേഞ്ച് ചെയ്തത്. പിന്നെന്താ മോൻ പറയാൻ പോന്നേ? അവരെങ്ങനെ സമ്മതിപ്പിക്കാം? അതൊക്കെ മമ്മി നോക്കിക്കോളാം. നീ ഇപ്പോ നിന്റെ റൂമിലോട്ട് ചെല്ലേ. നിന്നോട് നിന്റെ റൂമിലേക്ക് പോകാനാ പറഞ്ഞേ. ചെല്ലേ. ഓക്കേ ഫൈൻ. ബട്ട് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞേക്കാം. ജിമ്മിന്റെ എന്റെ എൻഗേജ്മെന്റ് നാളെ നടന്നില്ലാന്നുണ്ടെങ്കിൽ പിന്നെ മോം എന്നെ ജീവനോടെ കാണത്തില്ല. ഇത് എന്റെ വാക്കാ. കം ഓൺ ബേട്ടാ, നീ മോമനെ ട്രസ്റ്റ് ചെയ്യുന്നില്ലേ? മോം നോക്കിക്കോളാം. നീ ചെല്ലേ. ഓക്കേ മോം, ലവ് യു. ലവ് യുടാ. പോയി റെസ്റ്റ് എടുത്തോ. പരമോനെ ജിമിനെ, നിന്നെ എങ്ങനെ ഈ ആന്റിന്റെ വലയിൽ വീഴ്ത്തണമെന്നേ ആന്റിക്ക് നന്നായിട്ട് അറിയാം. വെയിറ്റ് ആൻഡ് സീ. തേജ! തേജ! Come on, ചേച്ചി. ചേച്ചിയെങ്കിലും എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഇത്ര പെട്ടെന്ന് ജിമ്മിന്റെയും തേജിന്റെ എൻഗേജ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട് ചേച്ചി. അല്ല, ഈ ആന്റി ഇതാരോട് സംസാരിക്കുന്നേ? അതും എന്റെയും തേജിന്റെ എൻഗേജ്മെന്റിന്റെ കാര്യം? ചേച്ചിനോടൊന്നല്ല, ഈ കാര്യത്തിനെ പറ്റി ആരോടും ഞാൻ സംസാരിച്ചിട്ടില്ല. എന്തിന് ജിമ്മിനോട് പോലും ഒരു വാക്ക് ചോദിക്കാൻ പറ്റില്ല ചേച്ചി. കാരണം എനിക്ക് എന്റെ മോളെ ജീവനല്ലേ വലുത്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചിക്ക് എന്നെ അറിയാലോ, തേജന്റെ ഹെൽത്ത് ഇഷ്യൂനെ കുറിച്ചിട്ട്. ഹെൽത്ത് ഇഷ്യൂ? അല്ല, തേജക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂ? എന്തൊക്കെ ഈ ആന്റി പറയുന്നേ? തേജമോക്ക് ബ്ലഡ് ക്യാൻസർ ഉള്ള കാര്യം ഏറിപ്പോയ 6 മാസം മാത്രമേ എന്റെ തേജമോൾ എന്റെ കൂടെ കാണത്തുള്ളൂ. തേജക്ക് ക്യാൻസറോ? ഇനി അവള് വെറും 6 മാസം മാത്രമേ അവളെ കൂടെ കാണത്തുള്ളൂ. അതിനുശേഷം അവൾ ഈ ലോകത്തോട് എന്നെ വിട പറയും ചേച്ചി. No. No way. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തേജക്ക് നോ, ഐ കാൻറ്റ് ബിലീവ് ഇറ്റ്. തേജക്ക് ചേച്ചി ഇപ്പൊ വിചാരിക്കും ഇതിന് 6 മാസം കൊണ്ട് മരിക്കാൻ പോണെ തേജനെ ജിമ്മിൽ എൻഗേജ്മെന്റ് ചെയ്ത് വെച്ച് അവന്റെ ജീവിതം സ്പോയിൽ ചെയ്യുന്നേ ഞാൻ എന്തൊരു സെൽഫിഷ് ആണൊക്കെ. ചേച്ചിക്ക് എന്നെ അറിയാലോ, ചെറുപ്പം തൊട്ട് ജിമ്മെന്ന് പറഞ്ഞ തേജക്ക് ജീവനാ. അവനെ അത്രമേൽ അവൾ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തേജന്റെ അവസാന ആഗ്രഹം ജിമ്മിന്റെ കൂടെ ഒരു എൻഗേജ്മെന്റ് എന്നുള്ളത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. അതും ഇതൊക്കെ ചെയ്യുന്നത് ജിമ്മിന്റെ ജീവിതം സ്പോയിൽ ആവണമെന്ന് വിചാരിച്ചിട്ടല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ് അടുത്ത 6ാമത്തെ മാസം നമ്മളെ തേജ നമ്മളെല്ലാരെയും വിട്ടു പോകും. അതുകൊണ്ടാ അവൾ അവസാന ആഗ്രഹമെങ്കിലും നിറവേറ്റി വെക്കാൻ ഞാനും ജിമ്മിന്റെ മമ്മിയും കൂടെ എടുത്തൊരു തീരുമാനമായത്. അതുകൊണ്ടാ ഈ കാര്യത്തിനെ പറ്റി ആരോടും പറയണ്ടെന്ന് ജിമ്മിന്റെ മമ്മി എന്നോട് പ്രോമിസ് മേടിച്ചേ. എന്തിന് ജിമ്മിനോട് പോലും ഈ കാര്യം പറയണ്ടെന്ന് പറഞ്ഞ് പ്രോമിസ് ചോദിച്ചോണ്ടാ ഞാൻ ഇതിനെപ്പറ്റി ഒരു വാക്ക് ജിമ്മിനോട് ഇതുവരെ പറയാൻ പറ്റാഞ്ഞേ. മമ്മി എന്തുണ്ടെങ്കിലും എന്നോട് മറക്കാൻ പാടില്ലെന്നല്ലേ പഠിപ്പിച്ചേ? ഇത്രയും വലിയ കാര്യം ഉണ്ടായിട്ട് മമ്മിക്ക് എങ്ങനെയാ എന്നോട് മറക്കാൻ തോന്നിയേ? ഞാൻ കരുതി തേജന്റെ മമ്മി പറഞ്ഞോണ്ടായിരിക്കും മമ്മി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേന്ന്. ബട്ട് ഇതൊക്കെ മമ്മിന്റെ തീരുമാനം കൂടി ആയിരുന്നോ? റിയലി ഒരിക്കലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സത്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് ജിമ്മിന് എപ്പോ വേണമെങ്കിലും വന്ന് ഈ എൻഗേജ്മെന്റ് നിർത്തുന്നതിനെ പറ്റി സംസാരിക്കാം. പക്ഷേ ഞാൻ ജിമ്മിനോട് എന്ത് പറയാനാ? കാരണം ജിമ്മിനില്ലാതെ ഇനിയൊരു ജീവിതം ഇല്ലെന്ന് തേജ് ഇവിടെ തീരുമാനം എടുത്ത് നിൽക്കുക. നാളത്തെ എൻഗേജ്മെന്റ് നടന്നില്ലാന്നുണ്ടെങ്കിൽ 6 മാസം വരെ ഒന്ന് കാത്തു നിൽക്കണ്ട മമ്മി. ഞാൻ നാളെ തന്നെ മരിക്കുന്നു പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. ഞാൻ എന്താ ചേച്ചി ചെയ്യണ്ടേ? ഇനി അങ്ങനെ നീ പോയിട്ട് തേജന്റെ മമ്മിനോട് ഇപ്പൊ തന്നെ എൻഗേജ്മെന്റ് നിർത്തണമെന്നും എനിക്ക് എൻഗേജ്മെന്റ് താല്പര്യമില്ലെന്നും ഞാൻ സ്നേഹിക്കുന്നത് തേജനെയല്ല ലൂസിനെയാണെന്നും ഞാൻ എങ്ങനെ പറയും? എന്നെ കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? എന്റെ അവസ്ഥ ഇനി ഞാൻ ആരോട് പറഞ്ഞു മനസ്സിലാക്കാൻ എന്റെ കർത്താവേ? എന്റെ മനസ്സില് ലൂസിക്കല്ലാതെ മറ്റൊരാൾക്കും സ്ഥാനമില്ല. അങ്ങനെയുള്ളപ്പോ നാളെ എങ്ങനെ ഞാൻ തേജൻ എൻഗേജ്മെന്റ് ചെയ്യും? ഇതൊക്കെ മമ്മിനോട് തുറന്നു പറഞ്ഞ് എനിക്ക് ലൂസിനാണ് ഇഷ്ടം, തേജൻ എൻഗേജ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയാൻ പോണ മുന്നേ തന്നെ മമ്മി തേജന്റെ മമ്മിക്ക് വാക്ക് കൊടുത്ത് ഇവിടെ വന്ന് തേജന്റെ മമ്മിനോട് സംസാരിക്കാന്ന് വിചാരിക്കുമ്പോ
തേജന്റെ അവസ്ഥ അറിഞ്ഞിട്ടും ഞാൻ എങ്ങനെയാ ഇനിയിപ്പോ എൻഗേജ്മെന്റ് നടക്കത്തില്ലെന്ന് അവളെ മുഖത്ത് നോക്കി പറയുന്നേ? ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞ് ഇനി തേജക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ച അതൊരിക്കലും എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് എന്റെ ലൂസിനെ മറക്കാനും പറ്റത്തില്ല. ഇനിയും ഇവിടെ ഞാൻ നിന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്റെ എല്ലാം അവസാനിച്ച് എന്റെ ആഗ്രഹങ്ങളും എന്റെ സ്വപ്നങ്ങളും എന്റെ ഇഷ്ടങ്ങളും അങ്ങനെ എല്ലാം അവസാനിച്ച് ഇനി ആരൊക്കെ എൻഗേജ്മെന്റ് നോ പറഞ്ഞാലും ജിം അവന്റെ ഭാഗം കൊണ്ട് ഒരിക്കലും എൻഗേജ്മെന്റ് നോ പറയാൻ പോണില്ല. എന്നാലല്ലേ ജിം നിന്നെ ഇത്രയും പെട്ടെന്ന് ഫുൾ ആക്കാൻ പറ്റുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ എൻഗേജ്മെന്റ് നടക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ ഇതേപോലെ നിന്നെ ഫുൾ ആക്കിട്ടെ ഈ ആന്റി നടത്തിക്കോളാം. യു ഡോണ്ട് വറി. ലയ, അപ്പോ നിനക്കും ഹസ്ബൻഡിനും ഡൈവേഴ്സായി. അല്ല ലയ, അപ്പോ നീ വീട്ടിലാരോടും ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് വേണം പറയാൻ. ലയ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മടിക്കാണ്ട് എന്നോട് ചോദിച്ചോട്ടോ. എനിക്ക് ഇതന്നെ വലിയൊരു ഹെൽപ്പാ. എനിക്ക് ഇനിയൊരു ഹെൽപ്പിന്റെ ആവശ്യമില്ല. ലയ, അങ്ങനെ പറഞ്ഞതല്ല. ഇനിയിപ്പോ നിനക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മടിക്കാണ്ട് എന്നെ വിളിച്ചോ. നിനക്ക് വേണ്ടി എപ്പോഴും ഞാനുണ്ടാവും. കാരണം നിന്നെ ഇങ്ങനെ ലൈഫിൽ കാണേണ്ടി വരുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ നിന്നെ കാണുന്ന അറിയാം, പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കാണുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ അന്ന് എന്നെ വിട്ടുപോയതിന്റെ 100 ഇരട്ടി വേദന ഉണ്ട് ഇന്ന് ഈ സിറ്റുവേഷനിൽ എന്നെ കാണാന്. എന്റെ ലയ, ഒരിക്കലും ആർക്കും മുന്നിലും തളർന്നു പോകരുതെന്ന് വിചാരിക്കുന്ന ആളാ ഞാന്. അതുകൊണ്ട് പറയാ, നീ എന്നെ നിന്റെ ആരായിട്ട് കണക്കാക്കണ്ട. പക്ഷെ എന്തിനും ഹെൽപ്പ് വേണമെങ്കിൽ അതെന്നോട് മടിക്കാണ്ട് ചോദിക്കില്ലയാ, പ്ലീസ്. നീയല്ലേ എപ്പോഴും പറയാറ് ഈ ശത്രു ആണെങ്കിൽ പോലും വീണ് കിടക്കുന്ന കണ്ടാല് നമ്മൾ കൈ പിടിച്ച് എണീപ്പിക്കണമെന്ന്. അങ്ങനെയുള്ളപ്പോ നീ എന്റെ ജീവനല്ലേടി. നിന്നെ ഈ ഒരു സാഹചര്യത്തില് ഞാൻ എങ്ങനെയാ കാണാത്ത ഭവൻ അടിച്ചു പോന്നേ? അതെന്തല്ലേ അങ്ങനെ പറയുന്നേ? ഞാൻ സംസാരിച്ച് നിന്നെ ഡിസ്റ്റർബ് ചെയ്തോ? എന്നാ ഞാനിനി നിന്റെ വീടെത്തുന്നവരെ സംസാരിക്കണമെന്നില്ല. അത് കരുതി നീ ഇറങ്ങി പോയല്ലേ, ഞാൻ മിണ്ടാതിരുന്നോളാം. പ്ലീസ് ലയ. ഞാൻ എങ്ങനെയാണ് നിന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക? എനിക്ക് കുറ്റബോധം കൊണ്ട് ഒരു നിമിഷം പോലും ഇനി ഇവിടെ ഇരിക്കാനാവില്ല. കാരണം നിന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഞാനൊരാള് മാത്രം കാരണം. 1000 ആശ നിനക്കുള്ളിൽ തന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോയോളാ ഞാന്. എനിക്ക് വേണ്ടി നീ എന്തിനാ ഇതിന് മാത്രം വേദനിക്കുന്നേ? ചേച്ചിന്റെ ഫോണിലോട്ട് വിളിച്ചപ്പം എന്തൊക്കെയാ പറയുന്നേ? ചേച്ചിനെ ഡൈവേഴ്സ് ചെയ്ത് അങ്ങനെ എങ്ങനെയൊക്കെ ചേച്ചി വീട് വിട്ട് ഇറങ്ങി പോയെന്ന് വരെ പറയുന്നുണ്ട്. ചേച്ചിനാണെങ്കിൽ വിളിക്കാൻ വേറെ ഒരു മാർഗമില്ല. ഞാനിനിപ്പോ എന്താ ചെയ്യാ? അമ്മേനോട് എങ്ങനെയാ ഈ കാര്യം പറയാ? ഈശ്വരാ, ഞാനാണെങ്കിൽ അമ്മനോട് ലയിച്ച് വീട്ടിലേക്ക് വരണുണ്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പോ ചേച്ചിനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാം? പാവന്റെ ചേച്ചി എവിടെ പോയോ എന്തോ? ചേച്ചി, നീ എവിടെയാണ് പോയത്? എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ അമ്മനെ വിളിച്ചാ പോരായിരുന്നോ? നീ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നേ? അവിടെ അയാൾക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് അമ്മയ്ക്കും അച്ഛനും നിന്നെ വേണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ ചേച്ചി ഞങ്ങളോട് പറയണ്ട് നീ ഇറങ്ങി പോയേ? ഒരു വിളി വിളിച്ചിരുന്നെങ്കിൽ ഞാനും അമ്മയും വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകത്തില്ലായിരുന്നോ? ജിമി, എത്ര പെട്ടെന്ന എല്ലാരും കൂടെ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒഴിച്ചു മൂടിയ. ഇനി ഞാന് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എല്ലാം എന്റെ കൈവിട്ട് പോയി.
ഇനി ഒരിക്കലും എന്നെ കൊണ്ടൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. എനിക്കെന്റെ ലൂസി ഇല്ലാണ്ട് പറ്റത്തില്ല. എടോ എടോ, താനിത് എങ്ങോട്ട് നോക്കി നടക്കുന്നേ? നേരെ നോക്കി നടക്കണോ? വണ്ടി വരുന്നൊന്ന് കാണില്ലേ? എങ്ങോട്ട് പോണം, എന്താ ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്ന് മാത്രം ഉറപ്പാ, എന്റെ ലൂസി ഇല്ലാന്നുണ്ടെങ്കിൽ, എന്റെ ലൂസിനെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്ന ജീവിതത്തിന് അർത്ഥം തന്നെ ഇല്ല. എന്റെ മനസ്സിലൊരാളുണ്ടെങ്കിൽ അതെന്റെ ലൂസി മാത്ര. എവിടെ പോയാലും നിന്റെ ശബ്ദം, നിന്റെ നേലും, നിന്റെ മുഖം എല്ലാം നീ മാത്ര. എവിടെ നോക്കിയാലും നിന്നെ മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെയെങ്കിലും എന്നോടൊരു വട്ടം ഇഷ്ടാന്ന് പറയടി. ഇനിയും എന്നോട് താങ്ങാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഞാനൊന്ന് സന്തോഷിക്കട്ടെടി. പറ ലൂസി, എങ്ങനെയെങ്കിലും എന്നൊന്ന് ഇഷ്ടാന്ന് പറ. ഇനി എന്ത് പറ്റാനാ? എന്റെ പ്രാണനും കൊണ്ടല്ലേ നീ ഇപ്പൊ പോണത്. ജീവിക്കാനും വയ്യ, മരിക്കാനും വയ്യാന്നുള്ള അവസ്ഥയിലേക്ക് നീ എന്നെ എത്തിച്ചില്ലേ? ഇനിയെങ്കിലും എന്റെ വാ തുറന്ന് എന്നോടുള്ള ഇഷ്ടമെങ്കിലൊന്നും പറഞ്ഞോടെ. എങ്ങനെങ്കിലും നീ ഞാനത് കേട്ടോട്ടെ. ഇത് ശരിക്കും നീ എല്ലാം എനിക്ക് അറിയാം. എന്റെ ചിന്തകൾ മൊത്തം നിന്നെ കുറിച്ചായതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും നീ തന്നെ കാണുന്നെന്ന് എനിക്കറിയാം. എന്നാ പോലും ഈ ഒരു രൂപത്തിലെങ്കിലും നീ എന്നെ ഒന്ന് ഇഷ്ടാന്ന് പറ ലൂസി, പ്ലീസ്.